നൂറ്റാണ്ടുകളുടെ പെരുമയും പാരമ്പര്യവും പേറുന്ന ക്ഷേത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് കേരളം. എന്നാൽ കേവലം 5.5 പതിറ്റാണ്ടിന്റെ ചരിത്രം കൊണ്ട് ഒരു ഭജനമഠത്തിൽ നിന്ന് മഹാക്ഷേത്രം എന്ന പദവിയിലേക്കും ആയിരക്കണക്കിന് ഭക്തരുടെ ആശ്രയകേന്ദ്രമായും വളർന്ന കൽപ്പറ്റ അയ്യപ്പ മഹാക്ഷേത്രത്തിന്റെ കഥ വിസ്മയകരമാണ്. വയനാടിന്റെ പ്രകൃതിരമണീയമായ പശ്ചാത്തലത്തിൽ കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയമിടിപ്പിനൊപ്പം ചേർന്നു നിൽക്കുന്ന ഈ പുണ്യസങ്കേതം ഇന്ന് വിശ്വാസികൾക്ക് കലിയുഗവരദനായ മണികണ്ഠൻ നേരിട്ട് വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പവിത്രഭൂമിയാണ്. വയനാടിന്റെ ആസ്ഥാനമായ കൽപ്പറ്റ പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലെ കുളിർമയും വയനാടൻ കാറ്റിന്റെ മർമ്മരവും ഇവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ദൈവികത നൽകുന്നു. ആ ഐശ്വര്യം ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ ഓരോ ഭക്തനും അനുഭവവേദ്യമാകും. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി എന്നാൽ നഗരത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ പ്രദേശം പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന ഒരിടമാണ്. ഒരു മഹാക്ഷേത്രത്തിന്റെ ഉദയം പലപ്പോഴും രാജഭരണകാലത്തോ പുരാതനമായ നൂറ്റാണ്ടുകൾക്ക് മുൻപോ ആയിരിക്കും സംഭവിക്കാറ്. എന്നാൽ കൽപ്പറ്റ അയ്യപ്പ മഹാക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തവും വിസ്മയകരവുമാണ്. കൽപ്പറ്റ അയ്യപ്പക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് 1970കളിലാണ്. അയ്യപ്പ ഭക്തർക്ക് ഒത്തുചേരാനും ഭജനകൾ ആലപിക്കാനുമായി തുടങ്ങിയ ഒരു ചെറിയ മഠമായിരുന്നു ഇതിന്റെ ആദിരൂപം. കേവലം 5.5 പതിറ്റാണ്ടിന്റെ ചരിത്രം മാത്രമുള്ള ഈ പ്രസ്ഥാനം ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് വളർന്നത് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദീർഘവീക്ഷണമുള്ള ഭരണസമിതികളുടെ കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ്. തുടക്കകാലം മുതൽക്കേ അത്ഭുതകരമായ ഒരു ദൈവിക ചൈതന്യം അവിടെ അനുഭവപ്പെട്ടിരുന്നുവെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ഇതൊരു വലിയ പടർന്ന് പന്തലിച്ച സാന്നിധ്യത്തിൻ്റെ അധിവേശമുള്ള ഒരു മഹാക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിന് മുമ്പ് ഉള്ള ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് ഒരു മഹാക്ഷേത്രമായി തീർന്നിരിക്കുന്നത് എന്ന്. ആദ്യം 1970 കാലഘട്ടങ്ങളിലാണ് ഇതൊരു ഭജനമഠമായിട്ട് തുടങ്ങിയ ഒന്നായിരുന്നു. അന്ന് ഞാനിവിടെ എത്തിച്ചേരുവാനുള്ള കാരണം ബഹുമാന്യനായ പരമേശ്വരൻ നായർ, അദ്ദേഹമായിരുന്നു അന്ന് അതിൻ്റെ സെക്രട്ടറി. അതുപോലെ തന്നെ കൊട്ടാരം രത്നസ്വാമിയായിരുന്നു പ്രസിഡന്റ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഭജനമഠമായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം കാഞ്ചി കാമകോടി പീഠാധിപതികളുടെ ശിലാസ്ഥാപനം കൊണ്ട് പരിശുദ്ധവും പവിത്രവുമായി തീർന്നിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ഇത്. വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ അഭ്യുന്നതിക്കും ശ്രേയസ്സിനും നിദാനമായിട്ടുള്ളത് സാക്ഷാൽ കാഞ്ചി കാമകോടി പീഠാധിപതി ശങ്കരാചാര്യകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സും വപസ്സും ശ്രേയസ്സും പ്രേയസ്സും ശേഷിയും ക്ഷേമുഷിയും എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് അടിസ്ഥാനമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുമ്പോൾ ഇതൊരു മഹാക്ഷേത്രമായിട്ട് മാറുന്നതിന് പിന്നിൽ സാക്ഷാൽ അയ്യപ്പൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അയ്യപ്പൻ്റെ സാന്നിധ്യം ഇവിടെ പല സന്ദർഭത്തിലും പല രീതിയിലും പല രൂപത്തിലും ഇവിടെ പലർക്കും ലക്ഷ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അന്നദാനം എന്ന് പറയുന്ന ഒന്ന്. അന്നദാനം മഹാദാനമാണ്. എന്നാൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ അന്നദാനത്തിൻ്റെ പ്രത്യേകത വളരെ അനുഭവസമ്പന്നരായ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനുഭവത്തിലുള്ള കാര്യമാണ്. അദൃശ്യനായിട്ടുള്ള ഒരു വ്യക്തി ഈ അന്നദാനത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് കാര്യം. അത് സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് ഒരു പ്രാധാന്യമുള്ള ഒന്നാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മഹാക്ഷേത്രമായിട്ട് ഓരോ കാലഘട്ടത്തിലായിട്ട് ഉയർന്നു വന്നതാണ്. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിന് എല്ലാ ഭാഗങ്ങളും അംഗങ്ങളും പൂർത്തീകരിച്ചൊരവസ്ഥ വേണം. ഇവിടെ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടന്നത് നമ്മുടെ ഇപ്പോഴത്തെ മഹേഷ് കുമാർ, ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പരിശ്രമം ആ കൊടിമരം ഉണ്ടാക്കിയെടുക്കുന്നതിന് പിന്നിലുണ്ട്. അങ്ങനെ കൊടിമരം ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു. ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായത് സാക്ഷാൽ കഞ്ചി കാമകോടി പീഠാധിപതികളുടെ സാന്നിധ്യവും അനുഗ്രഹവുമാണ്.
അദ്ദേഹം നിർവഹിച്ച ശിലാസ്ഥാപനം ക്ഷേത്രത്തിന് വലിയൊരു ആത്മീയ അടിത്തറ പാകുകയും ഒരു യഥാർത്ഥ ഗുരുവിലൂടെ കൈവന്ന ആ ഊർജം ഇന്നും ക്ഷേത്രത്തിന്റെ ഓരോ തൂണിലും കുടികൊള്ളുകയും ചെയ്യുന്നു. തുടർന്ന് പ്രശസ്ത തന്ത്രിവര്യനായ ശാസ്ത്രശർമ്മനാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചത്. താന്ത്രിക വിധിപ്രകാരമുള്ള കൃത്യമായ അനുഷ്ഠാനങ്ങളും ചിട്ടയായ പൂജാക്രമങ്ങളും ക്ഷേത്രത്തിന്റെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു സാധാരണ ഭജനമഠത്തിൽ നിന്ന് ആയിരങ്ങൾക്ക് ആശ്രയമായ ഒരു മഹാക്ഷേത്രമായി ഈ പുണ്യസങ്കേതം പരിണമിച്ചു. അയ്യപ്പസ്വാമിയുടെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അന്നദാന പ്രഭു എന്നത്. കൽപ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിലെ അന്നദാനം വിശ്വപ്രസിദ്ധമാണ്. ഇവിടെ അന്നദാനം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അതൊരു മഹായാഗമാണ്. ഈ അന്നദാന വേളകളിൽ ഭക്തർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ മനം കുളിർപ്പിക്കുന്നതാണ്. പന്തിയിൽ ഭക്ഷണം വിളമ്പുമ്പോഴോ ഭക്തർ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു അദൃശ്യനായ പുണ്യപുരുഷന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്നു. വേഷപ്രച്ഛന്നനായി തന്റെ ഭക്തർക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ സാക്ഷാൽ മണികണ്ഠൻ തന്നെ എത്തുന്നു എന്നാണ് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. വിശക്കുന്നവന്റെ മുൻപിൽ ദൈവം ഭക്ഷണമായി പ്രത്യക്ഷപ്പെടുന്നു എന്ന തത്വം ഇവിടെ അന്വർത്ഥമാകുന്നു. വിശ്വാസവും ശാസ്ത്രവും ആത്മീയതയും ഒത്തുചേരുന്ന നിരവധി ആചാരങ്ങൾ ഇവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 21 എള്ളുതിരി വഴിപാട്. അയ്യപ്പന് ഏറ്റവും ഇഷ്ടമായ അന്നദാനം ഞങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഈ ക്ഷേത്രത്തിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളിൽ തുടങ്ങി മണ്ഡലം അവസാനിക്കുന്നത് വരെ ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം സേവനമായി ക്ഷേത്ര ഭക്തന്മാർ ചെയ്യുന്നതാണ്. ഇതിനുള്ള ധനം സമാഹരിക്കുന്നതും ആരെയും സമീപിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സ്വമനസാലെ ഇവിടെ വന്ന് അന്നദാനത്തിന് വേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തി കൊണ്ടാണ് ഇത് മുഴുവൻ നടന്നു പോകുന്നത്. എല്ലാ വർഷവും അന്നദാനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫണ്ടിലേക്ക് കൂടുതൽ തുക ലഭിക്കാറാണുള്ളത്. തുടക്കത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഭയം ഉണ്ടാവും, ഇത്രയും സംഖ്യ സമാഹരിക്കാൻ സാധിക്കുമെന്ന്. വയനാട്ടിൽ പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉള്ളതാണ്. എന്നാൽ അതൊന്നും ഞങ്ങളുടെ അന്നദാനത്തെ ബാധിക്കാറില്ല, ഭക്തന്മാരുടെ സഹായത്തെ ബാധിക്കാറില്ല. അവർ നിർബാധം ഞങ്ങളെ സഹായിക്കാറാണുള്ളത്. 1000-1500 ആളുകൾ ചില ദിവസങ്ങളിൽ അന്നദാനത്തിലൂടെ വരുന്നുണ്ട്. അതിൽ ജാതി മത വർഗ ഒരു വ്യത്യാസമില്ല. ആര് വന്നാലും അന്നദാനം ചെയ്യും, അന്നപ്രസാദം കൊടുക്കും. അത് പലപ്പോഴും ഭക്തന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചിലപ്പോൾ പാൽപ്പായസവും പപ്പടവും അതുമല്ല വളരെ സമൃദ്ധമായ സദ്യ തന്നെയായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. ഇന്നെല്ലാം കൊടുക്കുന്നത് പാൽപ്പായസം അടക്കമുള്ള സദ്യയാണ്. അത് ആയിരക്കണക്കിന് ആളുകൾ ഈ അന്നദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ക്ഷേത്രത്തിലെത്തി 21 എള്ളുതിരികൾ കൂട്ടായി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ആ തിരികൾ കത്തിത്തീരുന്നതുവരെ അയ്യപ്പനെ ധ്യാനിച്ച് അവിടെ നിൽക്കുന്നത് രോഗപീഠകളിൽ നിന്ന് മോചനം നൽകുമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ശനിദോഷ നിവാരണത്തിനും മനസ്സമാധാനത്തിനും ഈ വഴിപാട് ഉത്തമമായി കരുതുന്നു. വിവാഹം നടക്കാൻ തടസ്സം നേരിടുന്നവർ, വിദ്യാഭ്യാസത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർ, കുടുംബ ഐശ്വര്യം തേടുന്നവർ തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ കൽപ്പറ്റ അയ്യപ്പസ്വാമിയുടെ നടയിൽ അഭയം പ്രാപിക്കുന്നു. മനമുരുകി പ്രാർത്ഥിക്കുന്ന ആരെയും അയ്യപ്പൻ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം ഈ ക്ഷേത്രത്തെ ഒരു പുണ്യസങ്കേതമാക്കുന്നു. കൽപ്പറ്റ അയ്യപ്പക്ഷേത്രത്തിൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന മണ്ഡലകാലം അതീവ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിനായി മാലയിട്ട് വ്രതമനുഷ്ഠിക്കുന്ന 100 കണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ പ്രദേശം ഈ കാലയളവിൽ മുഖരിതമാകുന്നു. കലിയുഗ വരദനായ അയ്യപ്പന്റെ അവതാര സ്മരണ പുതുക്കുന്ന വൃശ്ചികോത്സവം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ്. ദീപാരാധന, പടിപൂജ, പ്രത്യേക കലശാഭിഷേകങ്ങൾ എന്നിവ ഈ ഉത്സവകാലത്തിന് മാറ്റുകൂട്ടുന്നു. ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും അയ്യപ്പസ്വാമിയെ തങ്ങളുടെ കുലദേവതയായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത്. അതിനാൽ തന്നെ മണ്ഡലകാലത്ത് ദൂരദേശങ്ങളിൽ നിന്നുപോലും കുടുംബസമേതം അനേകം ഭക്തർ സ്വാമിയുടെ അനുഗ്രഹം തേടി ഈ പുണ്യസങ്കേതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത, ഭാഗവത സപ്താഹ യജ്ഞം എല്ലാ വർഷവും ഇവിടെ നടത്താറുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഭക്തൻ തൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങളെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈ അയ്യപ്പൻ അതിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട്. പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവർ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താറുണ്ട്. അതുപോലെ തന്നെ മംഗല്യ പ്രാപ്തിക്ക് വേണ്ട ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവർക്ക് നല്ല
മംഗല്യ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക് രോഗം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ എള്ളുതിരി കത്തിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വളരെ കാര്യമായിട്ടൊരു വഴിപാടാണ്. അങ്ങനെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആരോഗ്യം ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയിട്ടുള്ള എള്ളുതിരി വഴിപാട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു ചെറിയ ഭജന മഠത്തിൽ നിന്ന് കേരളീയ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന മഹാക്ഷേത്രമായി ഇത് മാറിയത് ദീർഘകാലത്തെ കഠിനാധ്വാനം കൊണ്ടാണ്. ഗർഭഗൃഹം, നാലമ്പലം, കൊടിമരം എന്നിവയെല്ലാം താന്ത്രിക വിധിപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിഷ്ഠയുടെ ചൈതന്യം ഓരോ ഭക്തനിലേക്കും പ്രസരിപ്പിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ ഘടന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റ് ഭരണസമിതിയാണ് ക്ഷേത്രത്തിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. അയ്യപ്പൻ എന്ന സങ്കല്പം ഹരിഹരപുത്രന്റേതാണ്. വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യങ്ങൾ ഒത്തുചേരുന്ന അവസ്ഥ. ഇത് പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. കൽപ്പറ്റ അയ്യപ്പ ക്ഷേത്രത്തിലെത്തുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ശാന്തി ഈ രണ്ടൂർജങ്ങളുടെയും സംഗമഫലമാണ്. തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പ്രായോഗിക രൂപമായി അയ്യപ്പ ഭക്തി ഇവിടെ മാറുന്നു. ജാതിമതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ മാനവികതയുടെയും ഒത്തുചേരലിന്റെയും പ്രതീകങ്ങളാണ്. ഈ വർഷത്തെ ഭഗവാന്റെ ആറാട്ട് ശരിക്കും ആ കുളത്തിൽ തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിശയോക്തികരമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ പടിപടിയായിട്ടുള്ള ഉയർച്ച ഈ ക്ഷേത്രത്തിനുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ അന്വർത്ഥമാണ്. ഈ ക്ഷേത്രത്തിൽ അനേകം കലാകാരന്മാരെ ആദരിച്ചൊരു പാരമ്പര്യമുണ്ട്. ഈ വേദി എന്ന് പറയുന്നത് തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകൾ പ്രഭാഷണം നടത്തുകയും ഭാഗവത സപ്താഹം നടത്തുകയും മണ്ഡലകാലത്ത് സ്ഥിരമായിട്ട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അനുഷ്ഠാന വിധേയമായിട്ട് പോകുന്ന ഒരു ക്ഷേത്രവും കൂടിയാണിത് എന്ന് വേണം പറയാം. രാമായണ മാസമായി കഴിഞ്ഞാൽ രാമായണ പാരായണം കൃത്യമായി നടത്തുന്നു. ആ നടത്തുന്ന വ്യക്തിയെയും നമ്മൾ വേണ്ട വിധത്തിൽ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ SSLC പാസ്സായവർ, പ്രീ ഡിഗ്രി പാസ്സായവർ എന്ന് വേണ്ട, ഇവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്? ആവശ്യമായിട്ടുള്ള അംഗീകാരവും പ്രോത്സാഹനവും നടത്താറുണ്ട്. കാലങ്ങൾ മാറുമ്പോഴും കൽപ്പറ്റ അയ്യപ്പ മഹാക്ഷേത്രം ഭക്തരുടെ മനസ്സിലൊരു കൽവിളക്കായി പ്രകാശിച്ചു നിൽക്കുന്നു. വികസനത്തിന്റെ പാതയിൽ നഗരം മാറുമ്പോഴും മണിവയലിലെ ഈ പുണ്യസങ്കേതം അതിന്റെ പവിത്രതയും ശാന്തതയും കാത്തുസൂക്ഷിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തേക്കാൾ ഉപരി കൂടെയിരിക്കുന്ന സങ്കടങ്ങൾ കേൾക്കുന്ന വിശപ്പടക്കുന്ന ഒരു പിതൃരൂപമായാണ് ഭക്തർ അയ്യപ്പനെ ഇവിടെ കാണുന്നത്. തലമുറകൾക്ക് കൈമാറാനുള്ളത് വെറും ആചാരങ്ങളല്ല, മറിച്ച് ഈ വിശ്വാസത്തിന്റെ കരുത്താണ്. നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തളർന്നു നിൽക്കുകയാണെങ്കിൽ, മനസ്സിനൊരാശ്വാസം തേടുന്നുണ്ടെങ്കിൽ, കൽപ്പറ്റയിലെ ഈ മഹാക്ഷേത്രത്തിന്റെ നടയിൽ ഒരിക്കലെങ്കിലും വന്നു നിൽക്കുക. 21 എള്ളുതിരികളുടെ വെളിച്ചത്തിൽ, ശരണം വിളികളുടെ അകമ്പടിയിൽ കലിയുഗവരദൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും.